ഏഷ്യ കപ്പിന്റെ സ്വപ്ന ഫൈനലിനായി തയ്യാറെടുക്കുകയാണ് ദുബായ്. പഴുതടച്ച സുരക്ഷയാണ് നഗരത്തിലെങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ നേർക്കുനേരെത്തുന്നതിന്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ. ദുബായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറാട്ട് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്കാണ് ഇനി. കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫൈനലാണ് ഇന്ന് നടക്കുക. കായിക പ്രേമികളുടെ സ്വപ്ന ഫൈനൽ എന്ന് തന്നെ പറയാം. ലോകം മുഴുവൻ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് ഇന്ന് ചുരുങ്ങുമെന്ന് ഉറപ്പാണ്. അത്രയധികമാണ് ഈ കളി കാത്തിരിക്കുന്നവരുടെ എണ്ണം എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏഷ്യ കപ്പിൻ്റെ ഫൈനലിൽ ഇതാദ്യമായാണ് ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഫൈനൽ വരുന്നത്. അതോടൊപ്പം തന്നെ തുടർച്ചയായ 3 ആഴ്ചകളിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നു എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള നിരവധി പ്രത്യേകതകളാണ് ഈ ഒരു മത്സരത്തിനുള്ളത്. ഇന്ന് വൈകിട്ട് US സമയം 6:30 ഈ ഒരു മത്സരത്തിന് തുടക്കമാവുക. നമുക്കറിയാം 30,000-ഓളം ആളുകൾക്ക് ഇരിക്കാനാകുന്ന സ്റ്റേഡിയമാണ് ദുബായിലുള്ളത്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഗാലറികളിൽ ഇന്ത്യ പാക് മത്സരം നടക്കുമ്പോഴാണ് ഉണ്ടാവുക എന്നത് നമുക്കറിയാം. കാരണം ഇന്ത്യൻ ആരാധകരുടെയും പാകിസ്ഥാൻ ആരാധകരുടെയും ഒരേപോലെയുള്ള സാന്നിധ്യമാണ് ഈ ദുബായിലെ മത്സരങ്ങൾ ഇത്തരത്തിൽ വ്യത്യസ്തമാക്കുന്നത്. ഇന്നത്തെ മത്സരത്തിനുള്ള ടിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ വിറ്റുപോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 200 ദിർഹംസ് മുതൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ 11,000 ദിർഹംസ് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ടിക്കറ്റ് നിരക്ക്. തുടർച്ചയായ 3 ഞായറാഴ്ചകളിൽ ഒരു ടൂർണമെന്റിൽ ഇരു ടീമുകളും ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടുന്നു എന്ന ഒരു പ്രത്യേകത കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മത്സരത്തിലുണ്ട്. എന്തായാലും സമാധാനപരമായി കളി കാണുന്നതിനായിട്ട് വലിയ മുന്നൊരുക്കങ്ങളാണ് ദുബായിൽ ഇതിനോടകം തന്നെ നടത്തിയിരിക്കുന്നത്. മത്സരത്തിന് നടത്തിപ്പിന് തടസ്സമാകുന്ന ഒരു പ്രവൃത്തിയും കാണികളിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് ദുബായ് പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സരത്തിന്റെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ അടക്കം നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് അടക്കുകയാണെങ്കിൽ ഇവിടെ സെൽഫി സ്റ്റിക്കുകൾ, മൂർച്ചയുള്ള ഉപകരണങ്ങൾ, ലേസർ, അതോടൊപ്പം തന്നെ ക്യാമറകൾ, ബാനറുകൾ, റിമോട്ട് നിയന്ത്രിത ഉപകരണങ്ങൾ ഇതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഗ്ലാസ് നിർമ്മിത വസ്തുക്കൾ ഉൾപ്പെടെ ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകരുതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗേറ്റിൽ വെച്ച് തന്നെ പിടിച്ചു വാങ്ങും. അതോടൊപ്പം തന്നെ കൃത്യമായി സ്ക്രീനിങ് നടത്തിയ ശേഷമായിരിക്കും ഓരോ ആളുകളെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നും ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മത്സരത്തിന് 3 മണിക്കൂർ മുമ്പാണ് ഗേറ്റുകൾ ഓപ്പൺ ചെയ്യുക, കാണികളെ പ്രവേശിപ്പിച്ചു തുടങ്ങുക. എന്തായാലും ഇവിടെയുള്ള ക്രിക്കറ്റ് ആരാധകരെല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു സ്വപ്ന ഫൈനൽ ആരംഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.